നമസ്കാരം. ഇലക്ഷന്റെ തലേ ദിവസം പാണക്കാട് തങ്ങളുടെ വീടാണ് രംഗം. കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികളും വൈകിട്ട് തങ്ങളുടെ ചുറ്റുമിരിപ്പുണ്ട്. അതിൽ SDP കാരനുണ്ട്, പകല് കണ്ടാൽ വെട്ടിക്കീറുമെന്ന് പറയുന്ന തീവ്ര ചിന്താഗതിക്കാരുണ്ട്, മഹാമതേതരത്വം പകല് പറയുന്ന മുസ്ലിം ലീഗുകാരുണ്ട്, ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നടക്കുന്ന മതമോ ദൈവമോ ഇല്ലെന്ന് പറയുന്ന ജലീലിനെ പോലെയുള്ള സ്വതന്ത്ര ആളുകളുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ടിക്കറ്റിൽ മത്സരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെയും ഇലക്ഷന്റെ തലേന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയത് ചുമ്മാ ചായ കുടിച്ചിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ് അവർ കൂടിയത്? ഏത് ടിക്കറ്റിൽ, ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ബാനറിൽ നാളെ ഞങ്ങൾ മത്സരിച്ച് ജയിച്ചാലും കൂറി സമുദായത്തോടാണ്, ഈ മതത്തോടാണ്, വിശ്വാസത്തോടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷന്റെ തലേ ദിവസം ഒരുമിച്ച് കൂടിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഈ താമരശ്ശേരി രൂപതയിലെ ക്രിസ്തീയ ബാനറിൽ അല്ലെ ക്രൈസ്തവ നാമധാരികളായ സഭയിലെ അംഗങ്ങളായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികൾ, അത് ഇടതിന്റെയോ വലതിന്റെയോ ഏത് രാഷ്ട്രീയത്തിന്റെയോ ബാനറിൽ മത്സരിക്കുന്നവർ ഇതുപോലെ താമരശ്ശേരി ബിഷപ്പിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇലക്ഷന്റെ തലേ ദിവസം മത്സരിക്കുന്ന ഏത് ബാനറിലാവട്ടെ ഈ സമുദായത്തോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ടാവും, ഈ സഭയോടും വിശ്വാസത്തോടും ഇതിന്റെ മൂല്യങ്ങളോടും ഞങ്ങൾക്കൊരു കടപ്പാടുണ്ടാവും. അത് പള്ളി പണിയാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കടപ്പാടല്ല. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ ഈ സമൂഹത്തിൽ നിലനിർത്തുന്നതിൽ ഞങ്ങൾക്ക് ജാഗ്രതയുണ്ടാവുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ കേരളത്തിൽ? ഈ ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ കേരളം അതീവ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. ഈ വിഷയമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഇത് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ തറവാട്ടിൽ കേരളത്തിൽ വിവിധ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, വിവിധ മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. അവിടെ BJPയിലെ അല്ലാത്ത സകല പാർട്ടിയിലും മത്സരിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾക്കെല്ലാം മാത്രമായിട്ട് ഒരു വിരുന്ന് കൊടുത്തിരുന്നു. ശ്രദ്ധിക്കുക, മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതേ സംഗതി തിരിച്ച് NSSൻ്റെ ആസ്ഥാനമായ പെരുന്നയിൽ അവിടെ ഈ സുകുമാരൻ നായർ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദു, BJPയിലെ ഹിന്ദു, കോൺഗ്രസ് പാർട്ടിയിലെ ഹിന്ദു, അല്ലെങ്കിൽ ഘടകകക്ഷിയിലേക്ക് ഹിന്ദു സ്ഥാനാർത്ഥികളെ മാത്രമായിട്ട് ഒരു വിരുന്ന് കൊടുത്തിരുന്നുവെങ്കിൽ എത്ര ദിവസം ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുമായിരുന്നു? പോട്ടെ, കണിച്ചുകുളങ്ങര അവിടുത്തെ SNDPയുടെ ആസ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലെ തന്നെ BJPയിലെ ഹിന്ദുവായിട്ടുള്ള സ്ഥാനാർത്ഥി, കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ഹിന്ദുക്കളായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിട്ടൊരു വിരുന്ന് കൊടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും കേരളത്തിൽ എത്ര ദിവസം വാർത്തയാവുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണ് ഇതേ സംഗതി പാണക്കാട് നടന്നത്. അതും മുഹമ്മദ് റിയാസൊക്കെ ഉണ്ട് അപ്പുറത്ത്. മുഹമ്മദ് റിയാസും ജലീലുമൊക്കെ ഇടതുപക്ഷത്തു നിന്നാണെങ്കിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിലും മുസ്ലിം ലീഗിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളും ആ കൂട്ടത്തിലുണ്ട്, SDP സ്ഥാനാർത്ഥികൾ വരെയുണ്ട്. ആലോചിച്ച് നോക്കുക. അങ്ങനെ നടത്തും. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് മറച്ചു പിടിച്ചതല്ലാതെ അത് പുറത്തേക്ക് വന്നില്ല. എന്നിട്ടും കുറച്ച് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ അന്ന് പുറത്തു വരും. ഈ വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യൻ പാതിരിമാർ അവർ ഈ സംഭവം ഓർമ്മിപ്പിച്ച് അവരുടെ ജനങ്ങളോട്, ഇത് ഏതെങ്കിലും പൊതുവേദിയിൽ നടക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ മാത്രം പങ്കെടുത്ത ഏതോ ഒരു ചടങ്ങിൽ വെച്ച് പറയുന്ന ആണ്. അങ്ങനെ അവർ അവിടെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തു വെച്ചതെന്ന് ഓർത്തു. പല പാർട്ടിയിലെയും മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിട്ട് വിളിച്ചൊരു വിരുന്ന് കൊടുക്കുമ്പോൾ, ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവരെന്തായിരിക്കും അവരുടെ അജണ്ട? നിങ്ങൾ ഏത് പാർട്ടിയിൽ നിന്ന് വേണമെങ്കിലും ജയിച്ചുകൊള്ളൂ, നിങ്ങൾ മുസ്ലിം ആയിട്ടുള്ള ആളാണെങ്കിൽ മുസ്ലിമിന് വേണ്ടി നിലകൊള്ളണം, ഇത് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ വിളിച്ചത്. ഇതേ കാര്യത്തിന് വേണ്ടിയിട്ട് NSSO SNDPയോ വിളിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ നേതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു. സുകുമാരൻ നായരും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊത്തിക്കീറില്ലായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ പാണക്കാട് കുടുംബത്തിനെതിരെയോ തങ്ങൾക്കെതിരെയോ ഒരു ആരോപണവും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കുക. അത്രമാത്രം വർഗീയമായി ചേരിതിരിവോടെ ചിന്തിക്കുന്ന കൂട്ടരാണ് എന്ന് ഇതിൽ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പങ്കെടുക്കുന്ന നേതാക്കൾ ചിന്തിക്കണം, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കണം, ഇത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് വിളിച്ചത്, അത് ശരിയല്ലോ, അങ്ങനെ വരുന്നത് ശരിയല്ലോ, നിങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കൂടി വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിലെ മാത്രം ആളുകളെ വിളിക്കും, അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ വിളിച്ച് സംസാരിക്കും. പാണക്കാട് തങ്ങളാണല്ലോ മുസ്ലിം ലീഗിൻ്റെ എല്ലാ രക്ഷാധികാരിയും. അപ്പോൾ ആ രീതിയിൽ അവർക്ക് വിളിക്കാം. മറിച്ച് എല്ലാ പാർട്ടിയിലെയും സ്ഥാനാർത്ഥികളെ വിളിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരെ മാത്രം തിരഞ്ഞുപിടിച്ച് വിളിക്കുമ്പോൾ അത് വർഗീയതയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതേപോലെ തന്നെയാണ് കാന്തപുരത്തിൻ്റെ അടുക്ക് ചെല്ലുമ്പോഴും പല പാർട്ടിയിലെയും മുസ്ലിം സ്ഥാനാർത്ഥികൾ അവിടെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കാഴ്ച പഴയതൊന്നുമല്ല. കാര്യം അൻവർ എവിടെയാണെന്ന് അറിയാമല്ലോ. അൻവർ ഇടതുപക്ഷത്തല്ല, റിയാസ് ഇടതുപക്ഷത്താണ്.
അപ്പോൾ ഇത്തരം കാഴ്ചകൾ ഇവിടെ മുമ്പും പലപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിക്കും. എന്നിട്ട് അവൻ്റെയൊക്കെ വീട്ടിൽ വല്ല അവിഹിത ഗർഭം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് RSSൻ്റെ മണ്ടയ്ക്ക് ചാർത്തുന്ന മഹാന്മാരാണ്. ഈ മാപ്ര എന്ന് വിളിക്കുന്നത് മാധ്യമപ്രവർത്തകൻ എന്നതിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ്. ഈ പേര് മാറ്റേണ്ട സമയം കഴിഞ്ഞ്. ഇവരെല്ലാം പത്ര റിപ്പോർട്ടർമാരാണല്ലോ. അപ്പോൾ ആ പത്ര റിപ്പോർട്ടറിൻ്റെ ചുരുക്കപ്പേരിലാണ് ശരിക്കും ഇവനെയൊക്കെ ഇനി തുടർന്ന് വിളിക്കേണ്ടത്. ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും.